ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടും മസാലയും എരിവും എല്ലാം ഇറങ്ങി വന്നിട്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാം റെസിപ്പി പെട്ടെന്ന് തന്നെ കിട്ടുന്ന കേട്ടോ. അപ്പോൾ ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ മുളക് പൊടി എരിവുള്ളതില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചേർക്കുന്നത്. അപ്പം ഞാനത് മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ കുറച്ചാണ് ചിക്കൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മസാല അതിനനുസരിച്ച് കുറച്ചോളാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സ്പൈസിയും കൂടാണ് ഈ ചിക്കൻ ഫ്രൈ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മലയാളികൾക്ക് എങ്ങനെയായാലും കൈ ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലേ ശരിയാവുള്ളൂ കേട്ടോ. ഉള്ളിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഞാനൊരു 20 മിനിറ്റ് വെച്ചേ ഉള്ളൂ. പക്ഷേ 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ. ഇപ്പോൾ തന്നെ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പുളി കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തോളാം. പക്ഷെ നമ്മൾ അധികം സമയം വെക്കുന്നില്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുളിയൊക്കെ ഉള്ളിലോട്ട് നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. നമ്മൾ ചിക്കൻ തിക്കയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതുപോലെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് വരുന്ന ഒരു മസാലയാണിത്. പിന്നെ നല്ല സ്പൈസിയുമാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാല കുറച്ചൊന്ന് തുടച്ച് ഇട്ടോളാം കേട്ടോ. കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇത് നല്ല മസാലയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫുൾ ചിക്കന് ഒരു പാനിൽ തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കനൊക്കെ ചേർത്ത ശേഷം ബാക്കി വന്ന മസാല കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മസാല അതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസുകൾ മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മസാല ഒഴിവാക്കാം. അപ്പോൾ ഇതൊന്ന് എണ്ണയിൽ കിടന്ന് വെന്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ചിക്കൻ്റെ പീസും ഞാനിപ്പോൾ മറിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്ത ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്കൊന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുക. അപ്പോൾ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഇതിലോട്ട് ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് 2 ഭാഗം മറിച്ചും തിരിച്ചിട്ടിട്ട് ഇതിൽ മസാല ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് അധികം ഓയിൽ ചേർക്കുന്ന ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയും അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ അതും കൂടെ. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ട് നമുക്ക് ഈ മസാല ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ടൊന്ന് പുരട്ടിയെടുക്കാം.
അപ്പോൾ ഈ മസാലയിൽ ഇങ്ങനെ ഈ മല്ലിയിലയിലും ഇതിലൊക്കെ ഇത് ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് കവർ ചെയ്തിരിക്കണം. ആ ഒരു പാകത്തിന് തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ സ്മെല്ലാട്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല സ്പൈസി ചിക്കനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ അധികം സ്പൈസി ആയിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങളിതിൽ മുളകും ചേർക്കുമ്പോൾ കുറച്ചാൽ മതി കേട്ടോ. പക്ഷേ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതിനു മുൻപേ നമുക്കിതൊന്ന് കഴിച്ച് നോക്കണ്ടേ. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പറാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഭാഗം കണ്ടോ നന്നായിട്ട് മീറ്റൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല കിടുവാണെന്ന്. അതുപോലെ തന്നെയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നോട് പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.